എടാ, ദിസ് ഇസ് ഇതിൽ ഞാൻ അതിരടി സിനിമ കണ്ടു. എൻ്റെ എക്സ്പെക്റ്റേഷനുമായിട്ട് പടം നല്ല രീതിയിൽ മെറ്റായിട്ടുണ്ട്, 100% മെറ്റായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞായിരിക്കും അതിൻ്റെ ഒരു ശരി. സോ ഞാൻ പോയി കണ്ട പെയ്ഡ് റിവ്യൂ ഷോസിലേക്കെല്ലാം, ഐ മീൻ അതിലോട്ട് ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു പടവും കൂടെ ആയിട്ടുണ്ട്. ചുമ്മാ അല്ല അവർ ഈ പറഞ്ഞതുപോലെ പെയ്ഡ് റിവ്യൂ ഷോ വെച്ചത്, അവർ അത്രയും നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, അതിനുള്ള അതെല്ലാം ഉണ്ട്. പിന്നെ സിനിമയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രെയിലറിൽ പറയും പോലെ തന്നെ ഒരു കോളേജ് ഫെസ്റ്റ് അത് നടത്താൻ വേണ്ടി പെടാപ്പാട് വരുന്നതും കുറച്ചപ്പുറത്ത് മാറിയ ഒരു ഉത്സവവും, അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇടയിൽ നടക്കുന്ന കുറേ ചൊറികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പടത്തിൽ ആകെ മൊത്തത്തിൽ പറഞ്ഞു പോകണം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് മൊത്തത്തിൽ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷൻസ്, കോമഡി എല്ലാം എല്ലാം നല്ല രീതിയിൽ വർക്കായി. കാരണം എസ്പെഷ്യലി ഇപ്പോൾ കമ്മിങ് ടു ബേസിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ആ നല്ല രീതിയിൽ സ്ലിം ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം സ്ലൈറ്റ് ചേഞ്ചസ് കാര്യങ്ങളെല്ലാം, പക്ഷെ അതെല്ലാം നല്ല രീതിക്ക് ആ ഒരു ലൈന് പിടിച്ച് വന്ന് നല്ല രീതിയിൽ എന്തായാലും വർക്കായിട്ടുണ്ട്. കൊള്ളാം. പ്രത്യേകിച്ച് ആ ഒരു കോമഡി സീൻസുകളെല്ലാം ഹാൻഡിൽ ചെയ്താൽ കൊള്ളാം. എനിക്ക് ഭയങ്കര മീറ്റർ വിട്ട് പോയതായിട്ടൊന്നും തോന്നിയില്ല. കാരണം കൊള്ളാം. ആൻഡ് എസ്പെഷ്യലി കൂടെ ഇരുന്ന ഓഡിയൻസ് കൊള്ളാം. ചത്ത ഓഡിയൻസ് ഒന്നും ആയിരുന്നില്ല. ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു ഷോ. ഐ മീൻ ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് ചത്ത ഓഡിയൻസ് അല്ല, എൻഗേജിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയും എനിക്ക് ആ ഷോ കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു സിനിമ നല്ല രീതിയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റി. സോ കമ്മിങ് ടു ബാക്ക് ടു ബേസിലോട്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഹീറോയിക് മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഒരു ഫൈറ്റ് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒറ്റയടിക്ക് 5 പേര് തെറിച്ചു പോകണം അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ആ റേഞ്ചിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് കലാപരിപാടികൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കമ്മിങ് ടു നായികയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡെലൂലുവിനെ കണ്ട ഒരു ഫീല് തന്നെ ആയിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി പുള്ളിക്കാരിക്ക് എനിക്ക് കുറച്ച് റോള് കുറവായതുപോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ചൊന്നും അധികം ഒരുപാട് അങ്ങോട്ടൊന്നും ചെയ്യാനില്ലാത്തതുപോലെ എനിക്ക് തോന്നി. ഐ മീൻ സർവമ്മയൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡെലൂലുവിൻ്റെ ആ ഒരു കഥാപാത്രത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ട് കോളേജ് ക്യാമ്പസിലോട്ട് കൊണ്ടിട്ടതായിരുന്നു. പക്ഷെ എന്നിരുന്നാലും വേറെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് എന്തുവാ, ഞാൻ ഒരു ലവ് ട്രാക്കൊക്കെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അതിലോട്ട് ഒരുപാട് അങ്ങനെ ഇറങ്ങിയൊന്നും പോയിട്ടൊന്നുമില്ല. സ്പോയിലർ കാര്യങ്ങളൊന്നും ഇല്ലേ, ജസ്റ്റ് ഞാൻ നോർമലി അങ്ങ് പറയണതാണ്. ഒരുപാട് അങ്ങനെ ഇറങ്ങി പോയിട്ടൊന്നുമില്ല. കൊള്ളാം, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ കമ്മിങ് ടു ടൊവിനോയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എക്സ്റ്റെൻഡഡ് ക്യാമിയോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഉള്ളത്. പിന്നെ ട്രെയിലറിൽ പറയും പോലെ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണെന്നും പറഞ്ഞുകൊണ്ട് എന്തുവാ ആ ഒരു വില്ലനെ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശരി എന്നുള്ള രീതിയിൽ ഇപ്പം ഈഗോ ക്ലാഷ് അയ്യപ്പനും കോശിയിലും ഡ്രൈവിംഗ് ലൈസൻസിൽ അങ്ങനത്തെ ഒരു ഇതില്ല. ആ ഒരു ഇത് അതിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യണമല്ല. എനിക്ക് അങ്ങനത്തെ ആ ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ വില്ലനായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ കൊള്ളാം. ലൈക്ക് ആ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മാസ് പരിവേഷം അതെനിക്ക് എനിക്ക് വർക്കായിട്ടുണ്ട്. മൊത്തത്തിൽ വർക്കായി. എന്നിരുന്നാലും പിന്നെ ഷാൻ റഹ്മാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കൊള്ളാം. അതിലൊരു സീനുണ്ട്, വിനീത് ശ്രീനിവാസൻ വരുമ്പോഴേക്കും അളിയ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ മുതൽ കൊള്ളാം. പക്ഷെ നല്ല നൈസ് വൈബായിരുന്നു. പിന്നെ കമ്മിങ് ടു വിനീത് ശ്രീനിവാസനിലോട്ട് വരാണെങ്കിലും കൊള്ളാം. പുള്ളിക്കാരനായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കൊള്ളാം. ലൈക്ക് ആ ഒരു ഫൺ ട്രാക്ക് പിടിച്ച് പോയിക്കണം, നന്നായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് ചെയ്ത് ഫലിപ്പിക്കാനൊന്നും ഇല്ലയെന്ന് എനിക്ക് തുടക്കത്തിൽ കണ്ടെങ്കിലും തോന്നിയെങ്കിലും, പക്ഷെ പോകെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ക്യാമിയോ ഉണ്ടായിരുന്നു. ക്യാമിയോ എന്ന് പറയണോ ഗസ്റ്റ് റോൾ എന്ന് പറയണോ, എന്തായാലും ക്യാമിയോ അങ്ങനെ ഇരിക്കട്ടെ. അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു. ഇപ്പം ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പെർലി മണി ഷോയിൽ കണ്ടപ്പോഴും ഇങ്ങനെ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ഞാനത് ഓർത്തോണ്ടിരിക്കണമെന്നില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞു. കയ്യടി, മേളം, ബഹളം തന്നെ. എനിക്ക് പൊന്നി കിടിയായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കുറച്ചേ ഉള്ളുവെങ്കിലും പക്ഷെ അത് നൈസായിരുന്നു. പിന്നെ ഇമോഷൻസും ആയാലും കൊള്ളാം. ലൈക്ക് ആ ഒരു പെടാപ്പാട് നടത്തുന്നതും അതിൻ്റെ പിന്നിലെ സ്റ്റോറീസ് കാര്യങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. കോമഡീസും എനിക്ക് വർക്കായി. ആ ഒരു എനിക്ക് ഞാൻ പിന്നെ ചിന്തിച്ച് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വന്നിട്ട് ഇനി എൻഡിങ് എങ്ങനെ കൊണ്ട് ശോകമാക്കുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ
വേറെ മോശം പറയാനായിട്ടൊന്നും തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ ഓഡിയൻസും കൂടെ ഉണ്ട്, ഓഡിയൻസിനും കൂടെ അതിൻ്റെ ക്രെഡിറ്റും ഉണ്ട്. കാരണം അവരും കൂടെ നല്ല എൻഗേജ് ആയിട്ടിരിക്കണോണ്ടും കൂടെയാണ് ഇത് നല്ല രീതിയിൽ വർക്കായി പോയത്. സോ പ്രധാനമായിട്ട് ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വിഷ്വൽസ് കൊള്ളാം, എല്ലാം നൈസായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഒരു സിനിമയാണ്. എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത്രയൊക്കെ. പിന്നെ സ്പോയിലർ അല്ല, ഓൾറെഡി മറ്റേ കാട്ടാക്കട അണ്ണൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. പുള്ളിക്കാരൻ്റെ ആ ഒരു ഫേസ് കണ്ടപ്പോഴേ അവിടെ കയ്യടി വിളി ബഹളം തുടങ്ങി. ഇത് സ്പോയിലറൊന്നും അല്ല, ഓൾറെഡി അറിഞ്ഞ കേസാണെന്നാണ് തോന്നുന്നത്. കയ്യടി വിളിയും ബഹളമൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓഡിയൻസ് നല്ല എൻഗേജിങ് ആയിരുന്നു. അതുകൊണ്ട് കൊള്ളാം. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ന്യൂ തിയേറ്ററിലാണ് പോയത്. സോ കുറച്ച് നാളായി, ലാസ്റ്റ് DSC കാണാൻ അങ്ങോട്ട് പോയതാണ്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. സോ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് അതിരടിയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ പോയി താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. ഇതൊക്കെ ഒന്ന് ഈ വീഡിയോ കാണുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കും, ചിലപ്പോൾ പടം പിടിക്കുകയില്ലായിരിക്കും, ചിലർക്ക് ഇതിനെക്കാട്ടിയും പിടിക്കുമായിരിക്കും, ചിലർക്ക് ഒരു ആവറേജ് ആയിരിക്കാം, ഡീസൻ്റ് ആയിരിക്കും, അങ്ങനെ പല രീതിയിലോട്ട് ഇത് പോകാം. കാരണം ലോകത്ത് ഒരു സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ. പിന്നെന്തുവാ, അത്ര തന്നെ ഈ പറഞ്ഞതുപോലെ. പിന്നെ ഈ ചാനൽ ഒന്ന് കാണുന്നെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് കുറച്ച് ലെവലൊന്ന് കയറി പോകണമെന്നുണ്ടേ. സോ അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒന്ന് സഹായിച്ചെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ശരി എന്നാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് അതിരടി ഫ്രം മൈ സൈഡ്.